ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇനി ഈ ആഴ്ച വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തിലേക്കാണ് പറയണത്. അപ്പോൾ ഈ ആഴ്ച വരാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണെടുത്ത് കിരൺ പറയുന്നുണ്ട്, അതെ നമ്മുടെ കല്ലുമോനൊരു കൂട്ടൊക്കെ വേണ്ടേ, അവനിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കല്യാണി നാണത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ തിങ്കളാഴ്ചത്തെ പ്രൊമോ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്രം അങ്ങനെ പരോളിന് ഇറങ്ങി വരുമ്പോൾ തന്നെ നേരെ പോണത് നമ്മുടെ രാഹുൽ നിന്നിരുന്ന ആ ഒരു വീട്ടിലേക്കാട്ടോ വിക്രം പോകുന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ ആരാ അവിടെ ഉള്ളത്? നമ്മുടെ പ്രകാശനാണ്. പ്രകാശനെ കാണുമ്പോൾ തന്നെ വിക്രം അച്ഛ എന്ന് പറഞ്ഞ അടുത്തേക്ക് പോവാണ്. പ്രകാശൻ മക്കളെ നീ ഇറങ്ങിയോ എന്ന് പറയുമ്പോൾ ആ ഇറങ്ങി അച്ഛ, ഞാൻ ഇറങ്ങി, ഞാൻ എന്തിനാ പരോളിൽ ഇറങ്ങിയെന്ന് അച്ഛനെ അറിയാലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ദേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നീ ആ പഴയതൊക്കെ വിടടാ. എടാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ജീവിതം. ദേ അച്ഛന്റെ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത്, എനിക്ക് എന്റെ പഴയ അച്ഛനെയാണ് വേണ്ടത്. ആ പഴയ അച്ഛൻ ഇപ്പോ മരിച്ചെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാനത് വിശ്വസിച്ചില്ല, കാരണം എന്നെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ടിട്ട് അച്ഛൻ പഴയ പോലെ ആവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പാണ്ഡെടാ മക്കളെ നമുക്കൊന്നും വേണ്ട, കിരണ്, കല്യാണി, കാർത്തിക, കാദംബരി, എടാ നിന്റെ അമ്മയൊക്കെ എത്ര നല്ല സ്നേഹമുള്ളവരാടാ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര നാൾ ഒരു അന്ധകാരത്തിലാണ് ജീവിച്ചത്, ഇപ്പോഴാണ് അതൊന്ന് പുറത്തേക്ക് ഞാൻ കടന്നത്. എൻ്റെ അമ്മ കുറച്ച് മുമ്പേ കടന്നു, നിന്റെ അമ്മമ്മയെ അച്ഛാ ദേ എനിക്ക് ഉപദേശിക്കണമെന്ന് ഇഷ്ടമല്ല, അച്ഛനെ പഴയ പോലെ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. എടാ മോനെ എനിക്കതിന് സാധിക്കില്ലടാ, ഞാനിപ്പോൾ പഴയ പ്രകാശനല്ല പുതിയ പ്രകാശനാണ്, നീയും മാറണം, നിനക്ക് ഒരുപാട് ജീവിതം മുമ്പിലേട്ടുണ്ട്, നിനക്കറിയാലോ നിനക്ക് 25 വയസ്സാവുന്നേ ഉള്ളൂ, ഇനി എത്രയോ വർഷങ്ങൾ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. എടാ നല്ല രീതിയിൽ കഴിയടാ, നിനക്ക് ഇനി നല്ലൊരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കടാ. നോക്ക് അച്ഛനെ പറ്റില്ലെങ്കിൽ അച്ഛൻ്റെ വഴിക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ വയസ്സായ കിളവനെ നിങ്ങളെ കൊണ്ട് എനിക്ക് എന്ത് ഉപയോഗമുള്ളത്, നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്, നിങ്ങളില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോയിക്കോളും എന്ന് പറയണം. ശരിടാ നീ മാറില്ലെന്ന് എനിക്ക് അറിയായിരുന്നു, എന്നാലും ഒരു പ്രതീക്ഷ, എൻ്റെ 3 പെൺമക്കളും ഇപ്പൊ എൻ്റെ കൂടെയുണ്ട്, നീ മാത്രമേ ഒരു ആണായിട്ടുള്ളൂ, നീയും കൂടി മാറാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗതുല്യമാകും, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, നിനക്ക് മാറാൻ ഉദ്ദേശമില്ലെങ്കിൽ നീ മാറണ്ട എന്ന് പറയാണ്. അതെ ഞാൻ മാറുന്നില്ല, നിങ്ങൾ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന്റെ അടുത്തുനിന്ന് വിക്രം അവിടെ നിന്ന് പോവാണ്. പ്രകാശൻ വിചാരിക്കുന്നുണ്ട്, ഹോ ഇവൻ മാറില്ലെന്ന് എനിക്ക് അറിയായിരുന്നു, എങ്കിലും ഒന്ന് മാറിയാലോചിച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ, ഇവൻ ഒരു കാലത്തും മാറില്ല, മിക്കവാറും ഇവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടിട്ടായിരിക്കും എന്ന് പ്രകാശൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കിരണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നല്ലൊരു സ്റ്റൈൽ മോഡലിൽ ഒരു പെണ്ണ് വരുവാട്ടോ. ആ പെണ്ണ് വന്നിട്ട് കിരണിന്റെ അടുത്ത് ചോദിക്കണ്ട്, അത് കിരൺ സാറല്ലേ? ആ അതെ, എന്റെ പേര് സ്റ്റെഫി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാണ്. മനസ്സിലായില്ല മാഡം? അതെ ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്കിനെ വന്നതാണ്, ഇവിടുത്തെ ഏറ്റവും ലീഡിങ് കൺസ്ട്രക്ഷൻ വർക്ക് നിങ്ങളുടെയാണെന്ന് ഞാൻ ഇവിടെ നാട്ടിലൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി. ഓ മാഡം ഇരിക്കൂ എന്ന് പറയാണ്. എവിടെയാ മാഡത്തിന്റെ പ്ലോട്ട് വാങ്ങിച്ചിരിക്കുന്നത്? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറയാണ്, ഒരു 15 സെന്റ് സ്ഥലമുണ്ട്, അവിടെ നല്ലൊരു 3 നില ബിൽഡിംഗ് എനിക്ക് വെച്ച് തരണം, ഒരു വീട് നല്ലൊരു എന്താ പറയുന്നത് പഴയകാല അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള ഒരു നല്ലൊരു വീട് വെച്ച് തരണം എന്ന് പറയണം. കിരൺ പറഞ്ഞിട്ട് അതിനെന്താ മാഡം, തീർച്ചയായിട്ടും മേഡത്തിന് ഇഷ്ടപ്പെടുന്ന രീതി മേഡം എന്തൊക്കെയാ വേണ്ടതെന്ന് മേഡത്തിന്റെ റിക്വയർമെന്റ് പറഞ്ഞാൽ മതി, ഞാനും എൻ്റെ വൈഫും ആ രീതിയിൽ തന്നെ മേഡത്തിന് വീട് പണിത് തരാമെന്ന് പറയാണ്. ഓ ഓക്കെ ആയിക്കോട്ടെ, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അഡ്വാൻസ് ഇപ്പം തരാം, ശേഷം നിങ്ങൾക്ക് നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ മാഡം നാളെ ഞങ്ങൾക്ക് വേറൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഓക്കെ കുഴപ്പമില്ല, മറ്റന്നാൾ പറ്റുമോ? ഓക്കെ മാഡം മറ്റന്നാളത്തേക്ക് ബുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. അത് കിരൺ വാങ്ങിക്കുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് സ്റ്റെഫി നടന്നു പോകുകയാണ്. കിരൺ വിചാരിക്കുന്നത് ദിവസം കൊള്ളാം, ആദ്യം മരിയ എന്ന് പറഞ്ഞ മാഡം വന്നു, ഇപ്പൊ അതെ സ്റ്റെഫി എന്ന് പറഞ്ഞ മാഡം വന്നു, ഇപ്പൊ ഒരുപാട് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കല്യാണി എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ കല്യാണി എടുത്ത് ഈ പെണ്ണ് പറയുന്നുണ്ട്, എനിക്ക് ഇത് മാത്രമല്ല ഇന്റീരിയർ വർക്ക് കൂടി വേണമെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയാണ് ഇന്റീരിയർ വർക്ക് ചെയ്യണത്, അവൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും കല്യാണി അടുത്തേക്ക് സ്റ്റെഫി പോവാണ്. കല്യാണി മാഡം അല്ലേ? അതെ എന്ന് പറയുന്നുണ്ട്. മാഡം എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്, ഞാൻ ഇവിടുത്തെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ വർക്ക് ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങളാണെന്ന് അറിഞ്ഞു, അപ്പൊ എനിക്ക് നല്ലൊരു ബിൽഡിംഗ് പണി തരണം, അത് മാഡത്തിന്റെ ഹസ്ബൻഡ് ചെയ്തുതരാന്ന് പറഞ്ഞു, ഇന്റീരിയർ വർക്ക് മേഡമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെയാ ചെയ്യണത്, നിങ്ങൾക്ക് എന്തൊക്കെയാ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് കല്യാണി പറയാണ്. ശരി മാഡം നാളെന്തോ വേറെന്തോ പ്ലോട്ട് കാണാൻ പോകണം, മറ്റന്നാൾ വരാൻ എന്നോട് പറഞ്ഞത്, ഞാൻ മറ്റന്നാൾ വരാം, അപ്പോൾ ഞങ്ങൾക്ക് പ്ലോട്ട് കാണാൻ ഒരുമിച്ച് പോകും. ഓക്കെ മാഡം ആയിക്കോട്ടെ എന്ന് കല്യാണിയും പറയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാവാട്ടോ. ഈ സ്റ്റെഫി ശരിക്കും പറഞ്ഞാൽ വിക്രത്തിന്റെ ആളാണ്, വിക്രത്തിന്റെ വലങ്കയാണെന്ന് പറയാം. മിക്കവാറും വിക്രത്തിന്റെ എന്തെങ്കിലും സെറ്റപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഒരു വിക്രത്തിന്റെ നായികയാവാനായിട്ട് എന്തുകൊണ്ട് യോഗ്യമായിട്ടുള്ളൊരു പെണ്ണ് തന്നെയാണ് സ്റ്റെഫി. അങ്ങനെ സ്റ്റെഫി നേരെ
പോണത് വിക്രത്തിന്റെ അടുത്തേക്കാണ്. വിക്രം ചോദിക്കേണ്ടത് എന്തായി, ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് എനിക്കറിയില്ലടാ, ഞാൻ അവരെ വരുതിയിലാക്കിയിട്ടുണ്ട്, മറ്റന്നാൾ പ്ലോട്ട് കാണാൻ വേണ്ടി അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ദിവസം തന്നെ ഞാൻ രണ്ടുപേരും തീർത്തിരിക്കും. ഉറപ്പാണോടി? ഉറപ്പാടാ, ഞാൻ പറഞ്ഞ വാക്ക് എന്താ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസമാണല്ലോ, ഇത് നിന്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞത് എന്ന് വിക്രം പറയാണ്. ശേഷം വിക്രം സ്റ്റെഫിനെ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അടുത്ത ദിവസം തന്നെ നമ്മുടെ കിരണും കല്യാണിയും ആദ്യം പോണത് മരിയയുടെ പ്ലോട്ടിലേക്കാണ്. അങ്ങനെ മരിയയുടെ പ്ലോട്ടിലേക്ക് പോകുമ്പോൾ കിരൺ ഞെട്ടിപ്പോവാണ്. കല്യാണി, ഈ പ്ലോട്ട് നിനക്ക് മനസ്സിലായില്ല ഇത് ഏതാണെന്ന്? ഇല്ല കിരണേട്ടാ, എനിക്ക് മനസ്സിലായില്ല. ആദർശ് പറഞ്ഞ പ്ലോട്ട് ഈ പ്ലോട്ടല്ലേ, അവിടുത്തെ അനാമിക എന്തോ വാങ്ങിച്ചെന്ന് പറഞ്ഞ പ്ലോട്ട്? അത് ഇതന്നെ. അപ്പോഴേ എനിക്ക് തോന്നി അനാമിക ഇങ്ങനത്തെ പ്ലോട്ട് വാങ്ങിച്ചിട്ടില്ല, ഇത് പൊന്നും വിലക്ക് കിട്ടുന്ന പ്ലോട്ടാണ്. അപ്പൊ അവൾ രോഗ ഉടായ്പ തന്നെയാണ്, അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഇത് മരിയയുടെ പ്ലോട്ടാണല്ലേ? അതെ. അപ്പൊ കാര്യങ്ങൾ എളുപ്പമല്ലോ, നമുക്ക് തെളിവ് സഹിതം കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ ആദർശേട്ടനെ വിളിച്ചു പറയാം എന്ന് കല്യാണി പറയണ്ട്. അങ്ങനെ കിരണ ആദർശിനെ വിളിക്കുകയാണ്. ആദർശ്, നീ പറഞ്ഞ പ്ലോട്ട് ഉണ്ടല്ലോ, അനാമിക വാങ്ങി എന്ന് പറഞ്ഞ പ്ലോട്ട്, ആ പ്ലോട്ടെ ശരിക്കും പറഞ്ഞ അനാമികയുടെ പ്ലോട്ടല്ല, മരിയ എന്ന് പറഞ്ഞ എന്റെ കസ്റ്റമറിന്റെ പ്ലോട്ടാണ്. അവരുടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഞാനും കല്യാണിയോട് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അങ്ങനെ അനാമികയുടെ കള്ളത്തരം പത്തരമാറ്റിൽ പൊളിയുന്ന ഭാഗം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ മരിയ വരുവാണ്. വരുന്ന സമയത്ത് മരിയ ഒറ്റക്കല്ല, മനോഹറിനെയും കൂട്ടിക്കൊണ്ടിട്ടാണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് മനോഹർ ഇച്ചിരി അടുത്തെത്തുമ്പോൾ തന്നെ കിരണിനെയും കല്യാണിനെയും കാണുന്നുണ്ട്. മരിയ, നീ ഇവർക്കാണ് കൺസ്ട്രക്ഷൻ വർക്ക് കൊടുത്തത്? അതെ. നിനക്ക് നേരത്തെ പറഞ്ഞൂടെ ഇവർക്കാ കൊടുത്തതെന്ന്? അതെന്തിനാ പറയണത്? ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഏറ്റവും നല്ല ലീഡിങ് കമ്പനിക്കാ കൊടുത്തതെന്ന്. എനിക്ക് താല്പര്യമില്ല ഇവർക്ക് കൊടുക്കാനായിട്ട്. അതെന്താ? ഇവർ നല്ല ആൾക്കാരാ. നിനക്ക് നല്ലതായിട്ടൊക്കെ തോന്നും, എനിക്ക് നാട്ടിൽ കുറെ നാളത്തെ പരിചയമുണ്ട്, എനിക്കറിയാം ഇവർ ലോക ഉടായ്പാണെന്നേ. ആ പെണ്ണുണ്ടല്ലോ, അവൾക്ക് എത്ര കാമുകന്മാരുണ്ടെന്നറിയാവോ? പിന്നെ കിരൺ ലോക ഉടായ്പനെ, അവൾക്ക് അവനില്ലാത്ത ഒരു വൃത്തികെട്ട സ്വഭാവവും ഇല്ല. കണ്ട നാട്ടിലൊക്കെ പെണ്ണ് കെട്ടി നടക്കണവനാണ്. അതുകൊണ്ട് നമുക്കിത് വേണ്ടത് പറയാണ്. എന്തായാലും ഞാൻ അവിടുത്തെ വാക്ക് പറഞ്ഞു പോയതല്ലേ എന്ന് പറയുമ്പോൾ, എന്നാ നീ പോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് പതുക്കെ മുങ്ങുവാണ്. പക്ഷെ മനോഹർ മുങ്ങുന്ന കാര്യം കിരണിനും കല്യാണിക്ക് മനസ്സിലാവുന്നു കേട്ടോ. മരിയ എടുത്ത് നമ്മുടെ കല്യാണം ചോദിക്കണം, എല്ലാം മേഡത്തിന് ഫുഡ്ബിയും കൂടി വരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അർജന്റ് മീറ്റിംഗ് ആയിട്ട് പോയെന്ന് പറയാണ്. അപ്പം തന്നെ ഇവർക്കൊരു സംശയം തോന്നുന്നുണ്ട് മനോഹർ ആണെന്ന്. പിന്നീട് പതുക്കെ കിരണും കല്യാണി മനസ്സിലാക്കും മരിയയുടെ വുഡ്ബി മനോഹർ ആണെന്ന്. എന്തായാലും മരിയനെ ഈ ഒരു വലിയൊരു ചതിന്ന് കിരണും കല്യാണി രക്ഷിക്കാനുണ്ട്. അതെങ്ങനെയാന്നല്ലേ, മനോഹറിനെ കണ്ടുപിടിക്കും, മനോഹർ ആരാണെന്നും എന്താണെന്നും തെളിവ് സഹിതം തന്നെ പറയും. പിന്നെ മരിയക്ക് വലിയ അബദ്ധമൊന്നും സംഭവിച്ചിട്ടില്ല, കാരണം മിന്നു കെട്ടി അത് തൊട്ടടുത്തുള്ളൊരു ചർച്ചിന് മുമ്പ് വെച്ച് ജസ്റ്റ് മിന്നു കെട്ടിയത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ അമേരിക്കയെ കൊണ്ടുപോകുകയോ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അമേരിക്കയിൽ പോകുന്നുള്ള സ്വപ്നം മനോഹറിന്റെ ഇതോടുകൂടി തന്നെ കഴിഞ്ഞു. പിന്നെ സരിയുവിനെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. സരിയു ആണെങ്കിൽ മനോഹറിനെ തീർക്കാം എന്നുള്ള ഉദ്ദേശം, നാളെ ആയിട്ടാണ് മനോഹർ അമേരിക്കയിൽ പോണതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രി തന്നെ മനോഹറിനെ തീർക്കണം, കാരണം അടുത്ത ദിവസം മരിയായിട്ട് ഇവൻ അമേരിക്കയിൽ പോകാനുള്ള. അപ്പൊ അമേരിക്ക പോവാതിരിക്കാനായിട്ട് എന്തായാലും ഇന്ന് തന്നെ തീർക്കാമെന്ന് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ സരിയു മനോഹറിനെ വിളിച്ചു വരുത്തി ഇല്ലാതാക്കാൻ പോകുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റെഫി വരുന്ന ഭാഗം തന്നെയാണ് പ്രൊമോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിക്രത്തിന്റെ കൂടെ കൂടാൻ പറ്റിയ ഒരു പെണ്ണ് തന്നെയാണ്. വിക്രത്തിന്റെ ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയ്ക്ക് എപ്പിസോഡായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി വരുന്ന ആഴ്ച വരുന്നത് കേട്ടോ. ഓരോരോ സർപ്രൈസ് ആണ് ഓരോ എപ്പിസോഡും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.